നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളെ ഞാൻ വിടില്ല. തിരിച്ചടിക്കാതെ ഞാൻ ഉറങ്ങില്ല. അലീന, ഇപ്പൊ നീ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. എന്നെ ഇടിച്ചിട്ട് പോയവളെ വെറുതെ വിടാനോ? വിടടി. റീന മറിഞ്ഞ പ്രശ്നമാവും. പ്രതികാരം ചെയ്യാൻ വേറെ വഴി നോക്കാം. നീ ഒന്ന് അടങ്ങ് തൽക്കാലത്തേക്ക്. നിങ്ങള് വാതിലടയ്ക്കാൻ മറന്നു. അല്ല, അനു പോയോ? അവളെ യാത്രയാക്കാൻ എനിക്കും വരണമെന്നുണ്ടായിരുന്നു. ഞാൻ വരാതിരുന്നുകൊണ്ട് അനുവിന് എന്നോട് പിണക്കുണ്ടാവോ? വൃന്ദ, നിങ്ങളാരെന്തോന്നും മിണ്ടാത്തെ? മുൻപിങ്ങനെ ആയിരുന്നില്ലല്ലോ. എപ്പോഴും കളിയും ചിരിയും ചെറിയ വഴക്കൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോ ഈ മുറിയൊരു മരണവീട് പോലെയായി. ഞങ്ങളുടെ സന്തോഷം പോയടാ ആരവേ. ഇനി എന്റെ കൂടെ വഴക്കിടാൻ ആരുമില്ല. അവള് കരഞ്ഞോണ്ടാ പോയത്. ആ കരച്ചില് കണ്ടിട്ട് ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കും? അനു കൂടെയില്ലെങ്കിൽ ഒരു രസവുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ അനുവിന് പകരമാവാൻ അനുവിന് മാത്രമേ കഴിയൂ. വേറെ ആർക്കും കഴിയില്ല. അനു പോയതുകൊണ്ട് നിങ്ങൾ 5 പേരില്ലാന്ന് കരുതണ്ട. നമ്മളിപ്പോഴും 5 പേരില്ലേ? 5ാമതൊരാളായി ഞാനും ഉണ്ടല്ലോ കൂടെ. അനുവിന് പകരമാവാൻ എന്നെ കൊണ്ട് കഴിയുമെന്നാണ് നിങ്ങളുടെ സംശയം. ആ സംശയം ഞാൻ മാറ്റിത്തരാം. ഇത് കണ്ടോ? ഇത് അനു കാണിക്കാറുള്ളൊരു മാജിക്കാ. നോക്കിക്കേ, കണ്ടല്ലോ? കണ്ടില്ലേ? ഒരു പേന. ഇത് ഷൈനിക്ക്. ദാ കണ്ടോളൂ, പിന്നെയും തൊപ്പി കാലിയാണ്. ഓക്കേ. അടുത്തതായി ഒരു ചീപ്പ്. ഇത് കിരണ്. ക്യാച്ച്. ഓക്കേ, ഇനി അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ സാധനം. ദാ കണ്ടല്ലോ? ഇത് നമ്മുടെ മേഘയ്ക്ക്. ക്യാച്ച് 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 ക്യാച്ച്. അടുത്തതായി ദാ കണ്ടല്ലോ? ഇത് നമ്മുടെ വൃന്ദയ്ക്ക്. പിടിച്ചോ? എന്നാ ഇനി എന്റെ വക ഒരു സ്പെഷ്യൽ ഐറ്റം. ഓക്കെ, ജോക്കർ ഐറ്റം.
അവളെ ഞാൻ വെറുതെ വിടില്ല. ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അലീൻ ഇവിടെ ഒന്നുമല്ല. അന്ന് അവളും ഫ്രണ്ട്സും എന്നെ ഒളിച്ചു നിന്ന് അറ്റാക്ക് ചെയ്ത. ഇന്ന് അവരെ നേരിട്ടടിച്ചു. നമുക്ക് തിരിച്ചടിക്കാം അലീനെ. ഒന്ന് പോടി അവിടുന്ന്. നിന്റെയൊക്കെ തിരിച്ചടി ഞാനത് അവിടെ നേരിട്ട് കണ്ടതാ. രണ്ടും പൂച്ചകളെ പോലെ അവിടെ പതുങ്ങി നിൽക്കുകയല്ലായിരുന്നോ? അലീന, ആ സിറ്റുവേഷൻ നമുക്ക് അടിക്കാൻ പറ്റിയതല്ലായിരുന്നു. അവർക്ക് എന്നെ അടിക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നോ? 5 സുന്ദരികളിൽ ഒന്നിനെ തൊട്ടാലേ ബാക്കി 4 എണ്ണവും ചാടി വീഴും. 3 റോസിൽ ഒന്നിനെ കൈവച്ചാ ബാക്കി 2 എണ്ണവും മാളത്തിൽ പോയി ഒളിക്കും. അതല്ലേ ഇപ്പൊ നടന്നേ? എന്നെ അവരിടിച്ചപ്പോ നീയൊക്കെ കണ്ട് രസിച്ചില്ലേ? അലീന അപ്പോഴത്തെ ഒരു കൂട്ടടി ഒഴിവാക്കിയതാ. നമുക്ക് അവരെ ശരിയാക്കാം. നീയൊന്നും കൂടുതൽ സംസാരിക്കല്ലേ. അവിടെ വെച്ച് അവളുടെ ദേഹത്ത് തൊടാൻ കൈ പൊങ്ങാൻ തരുന്ന നീയാണോടി അവളെ ശരിപ്പെടുത്താൻ പോന്നെ? തിരിച്ചടിക്കാൻ ശ്രമിച്ച എന്നെ നിങ്ങൾ തടഞ്ഞില്ലേ? 5 സുന്ദരികളെ നേരിട്ടടിക്കാൻ കഴിവില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്. നേരിട്ടടിക്കുന്നതേ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാലോ. ഗ്രീൻ അമ്മ 5 സുന്ദരികളുടെ ഭാഗത്തേ നിൽക്കൂ. നമ്മളോട് അവർക്ക് കലിപ്പാ. 5 സുന്ദരികൾ നമ്മളെ അടിച്ചാലും നമ്മൾ അവരെ അടിച്ചാലും കുറ്റം നമുക്കേ വരൂ എന്ന് കരുതി 5 സുന്ദരികളെ പേടിച്ചതിനകത്ത് ജീവിക്കണം? നോ, എന്നെ അതിന് കിട്ടില്ല. നിങ്ങൾ മുറി അടച്ചാകത്തിരുന്നോ. അവരെ പേടിച്ചിട്ട് നീയൊന്നും പുറത്തിറങ്ങണ്ട. ആ അടിക്ക് തിരിച്ചടി കൊടുത്താ പോരെ നിനക്ക്? നമുക്കത് ചെയ്യാടി. തിരിച്ചടി നേരിട്ടാകരുത്, അത്ര ഞാൻ ഉദ്ദേശിച്ചോളൂ. ആ 5 സുന്ദരികൾ അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ അതിന്റെ പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയരുത്. കിരണിനെ ആദ്യം വീഴ്ത്തേണ്ടത്. ലീഡർ വീണ പിന്നെ അണികൾ ചിതറി ഓടിക്കോളും. ഇതുപോലെ അവളുടെ മുഖം ഇടിച്ച് കലക്കും ഞാൻ. കിരണിനെ തനിച്ചെവിടെയെങ്കിലും വരുത്തിയിട്ട് അവിടെ ഇട്ട് വക വരുത്തണം. അതാ എന്റെ പ്ലാൻ. 5 പേര് ഒരുമിച്ചാണ് എവിടെയെങ്കിലും പോകുന്നത്. ഒറ്റയ്ക്ക് കിരണിനെ കിട്ടുമോ? അവളെ ഒറ്റയ്ക്ക് കൊണ്ടുവരണം. അതിനൊരു അവസരം വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് കാത്തിരിക്കരുത്. അവസരം നമ്മൾ ഉണ്ടാക്കണം. അവളെ ഒന്ന് തനിച്ചു കിട്ടട്ടെ. അന്ന് അലീന ഫെർണാണ്ടസിന്റെ റിയൽ ഫേസ് അവള് കാണും. ആ അനുഭവം കിരൺ ഒരിക്കലും മറക്കില്ല. അവളും അവളുടെ കൂട്ടുകാരും. അതെന്തായിരുന്നു? തോന്നിയതാണോ? സെയിം കോൾ. ഹലോ 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 ഹലോ, ആരേത്? ഹലോ